നഗരസഭയുടെ കീഴിലുള്ള കൂട്ടുമുഖം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ഫെബ്രുവരി 2-ന് ആരംഭിക്കുമെന്നും ഇരിക്കൂർ എംഎൽഎ അഡ്വക്കേറ്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്യുമെന്നും നഗരസഭാ അധികാരികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭയെ സംബന്ധിച്ച്, ഭരണസമിതിയെ സംബന്ധിച്ച് ഒരുപാട് കാലത്തെ ഒരു സ്വപ്നമാണ് പൂവണിയുന്നത്. അത് 2015 മുതൽ നമ്മുടെ നഗരസഭ പഞ്ചായത്ത് നഗരസഭയായി ഉയർത്തിയത് മുതൽ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് CHC കൂട്ടുമുഖത്ത് ഒരു കിടത്തി ചികിത്സ ആരംഭിക്കുക എന്നുള്ളത്, IP. അങ്ങനെ പല വാതിലുകളിൽ ഞങ്ങൾ മുട്ടിയെങ്കിലും എല്ലായിടത്തും നിരാശയായിരുന്നു ഫലം. അന്നത്തെ DMOയോടൊക്കെ നമ്മൾ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഒടുവള്ളിയിൽ പോലും കിടത്തി ചികിത്സയില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ കിടത്തി ചികിത്സ തുടങ്ങുന്നത്? പക്ഷേ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നഗരസഭയിലെ ആളുകളുടെ മാത്രം പ്രശ്നമല്ല. പയ്യാവൂരിൽ നിന്നും എരിവേശിയിൽ നിന്നും നടുവിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ CHC കൂട്ടുമുഖത്ത് വരുന്നുണ്ടെന്നുള്ളതും ചികിത്സ തേടുന്നുണ്ടെന്നുമാണ് വാസ്തവം. അപ്പൊ അതുകൊണ്ട് നിരവധി പഞ്ചായത്തുകൾക്കും പ്രത്യേകിച്ച് നഗരസഭയിലെ 40,000 ആളുകൾക്കും വലിയ തരത്തിൽ അത് വലിയ ഉപകാരപ്രദമായ, ഏറ്റവും ആശ്വാസപ്രദമായ ഒരു പദ്ധതിയാണ് കിടത്തി ചികിത്സ എന്ന് ഞങ്ങൾ കണ്ടിട്ടാണ് പല വാതിലുകളിലും ഞങ്ങൾ മുട്ടി നോക്കിയത്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ മുൻ MLA പ്രിയപ്പെട്ട KC ജോസഫ് സാറും അതിനുവേണ്ടി നിരന്തരം പരിശ്രമിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം മാറി നമ്മുടെ MLA ഇരിക്കൂറിന് MLA ആയി പ്രിയപ്പെട്ട ശ്രീ സജീവ് ജോസഫ് സാർ വന്നപ്പോഴും നമ്മൾ ഇതേ ആവശ്യങ്ങളുമായി DMOയുടെ അടുത്തും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ നമ്മൾ ഈ ആവശ്യം ഉന്നയിച്ച് അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. 2015 മുതലുള്ള നഗരസഭയുടെ വലിയ സ്വപ്നമാണ് ലക്ഷ്യം കാണുന്നത്. ദീർഘനാളുകളായി പല വാതിലുകളും മുട്ടിയെങ്കിലും നിരാശയായിരുന്നു ഫലം. IP തുടങ്ങണമെങ്കിൽ 8 ഡോക്ടർമാരും അനുബന്ധ സ്റ്റാഫും വേണമായിരുന്നു. ഇപ്പോൾ ഉള്ളത് 5 ഡോക്ടർമാരാണ്. വീണ്ടും ഈ ആവശ്യവുമായി MLAയോടൊപ്പം നഗരസഭ പുതുതായി ചാർജ് എടുത്ത DMOയോട് ആവശ്യപ്പെടുകയുണ്ടായി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ DMO കൂട്ടുമുഖം CHCയിൽ വന്ന് കാര്യങ്ങൾ വിലയിരുത്തി. 2 ഡോക്ടർമാർ, 2 നഴ്സുമാർ, 2 സെക്യൂരിറ്റി സ്റ്റാഫ്, 2 ശുചീകരണ തൊഴിലാളികൾ എന്നിവരെ നഗരസഭാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യാൻ തയ്യാറാണ് എന്ന് DMO അറിയിച്ചപ്പോൾ ജനുവരിക്കുള്ളിൽ ചെയ്യാമെങ്കിൽ മാത്രം NHMന്റെ ഭാഗത്തു നിന്നും 1 ഡോക്ടർ, 2 ക്ലീനിംഗ് സ്റ്റാഫ് എന്നിവരെ തരാൻ DMO തയ്യാറാണെന്ന് അറിയിക്കുകയുണ്ടായി. ജനുവരിയിൽ തന്നെ ചെയ്യണമെങ്കിൽ കിടത്തി ചികിത്സയുടെ അനുബന്ധ ഉപകരണങ്ങൾ സംഘടിപ്പിക്കാൻ 9 ലക്ഷത്തോളം രൂപ ചിലവാകും. അതുകൂടാതെ ജനറേറ്റർ തുടങ്ങിയവ വേറെയും വേണം. പദ്ധതിയിൽ ഇവയൊക്കെ വെച്ച് ചെയ്യണമെങ്കിൽ അടുത്ത ഏപ്രിൽ 2024-25 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയേ ചെയ്യാൻ കഴിയൂ. അപ്പോഴേക്കും കിടത്തി ചികിത്സ എന്ന സ്വപ്നം നടക്കാതെ പോകും. ആയതിനാൽ MLAയുടെ സാന്നിധ്യത്തിൽ നഗരസഭയുടെ സുമനസ്സുകളുടെ യോഗം വിളിച്ചു ചേർത്തു. ഈ മഹത്തായ ഉദ്യമത്തിൽ പങ്കാളിയാകാൻ നിരവധി പേർ എത്തിച്ചേർന്നു. അങ്ങനെ 24 ബെഡിന്റെ കിടത്തി ചികിത്സ എന്ന മഹാലക്ഷ്യത്തിലേക്ക് നഗരസഭ നടന്നെടുക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ശ്രീകണ്ഠാപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ KV ഫിലോമിന, വൈസ് ചെയർമാൻ K ശിവദാസൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PP ചന്ദ്രാംഗൻ മാസ്റ്റർ, VP നസീമ, ത്രേസ്യാമ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു.